ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ മുടിഞ്ഞ വഴക്ക് നടന്നിരിക്കുകയാണ്. ഒന്ന് ഷാനവാസും അക്ബറുമായിട്ടും പിന്നെ മസ്താനിയും റെന ഫാത്തിമയായിട്ടാണ് നടന്നിരിക്കുന്നത്. മുടിഞ്ഞ വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിഞ്ഞ വഴക്കാണ്. ബിഗ് ബോസ് വാർണിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. കാരണം തെറിവിളിയും അക്ബറും ഷാനവാസും തമ്മിലുള്ള വഴക്കിനകത്ത് മൊത്തം ചീത്തവിളിയായിരുന്നു. ചീത്തവിളി എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്ത് ചീത്തവിളിയായിരുന്നു. ബിഗ് ബോസ് വാർണിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി മ്യൂട്ടാക്കാനും ഒന്നിനും മൊത്തം മ്യൂട്ടായിരുന്നു, ലൈവിൽ മൊത്തം മ്യൂട്ടായിരുന്നു. ഇനി ഇതുപോലെ മ്യൂട്ടാക്കാനും കീട്ടാക്കാനും നിൽക്കത്തില്ല. ഇനി ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ എടുത്ത് പുറത്ത് കളയുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഫിസിക്കൽ അസാൾട്ടും അങ്ങനെ നിന്ന് കഴിഞ്ഞാലും എടുത്ത് പുറത്ത് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ 2 പേർക്ക് ലാലേട്ടനുമായിട്ട് ഫേസ് ടു ഫേസിൽ നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരുമായിട്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് 2 പേർക്ക് ലാലേട്ടനുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അത് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു ഇത് കൊടുക്കുന്നു. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനുമായിട്ട് സംസാരിക്കാൻ 2 പേർക്ക് പറ്റത്തില്ല, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക 2 പേരെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഷാനവാസിനെയും ഒന്ന് റെന ഫാത്തിമയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് റെന ഫാത്തിമയും മസ്താനിയും തമ്മിലുള്ള വിഷയം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ വരുന്ന സമയത്ത് റെന ഫാത്തിമയ്ക്ക് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ മസ്താനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പം റെന ഫാത്തിമയെ മസ്താനി ചീത്ത വിളിച്ചെന്നും മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചെന്നും അതുപോലെ ഈ റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിനെ വെച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചെന്നും റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിനെ വളരെ മോശമായിട്ട് ചീത്തവാക്ക് പറയും, അങ്ങനെ എങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ലിവിംഗ് ഏരിയയിൽ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുത്തിട്ട് റെന ഫാത്തിമ പുള്ളിക്കാരിയുടെ പരിഭവവും പരാതിയൊക്കെ പറയുവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, മസ്താനി നീ കാണിച്ചത് മോശമായി പോയി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോശമായി പോയി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടുന്ന് ചാടി എണീറ്റ് വന്നിട്ട്, മസ്താനി നീ കാണിച്ചത് വളരെ മോശമായി പോയി, അങ്ങനെയൊന്നും പറയരുതായിരുന്നു, ബോയ് ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചത് ചീത്ത പറഞ്ഞതൊന്നും വളരെ മോശമായി പോയി എന്നൊക്കെ അക്ബർ അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും ഷാനവാസ് അവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ബെസ്റ്റ് ആളാണ്, ഇതിലും വലിയ ചീത്ത പറഞ്ഞിട്ടുള്ള ആളാണ് ഇവിടെ വന്നിട്ട് ഗുണദോഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടതും അക്ബറിന് കുരു പൊട്ടി. അക്ബർ അവിടുന്ന് എണീറ്റ് വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് റൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസും അക്ബറും തമ്മിൽ നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മ്യൂട്ടഡ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും വിളിച്ചിട്ട് വായി വരുന്നെല്ലാം പറഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിക്കാൻ പോകുന്ന രീതിയിലൊക്കെ നിന്നിട്ട് ഭയങ്കര രീതിയിൽ സംസാരമായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ഇപ്പോൾ രാവിലെ കണ്ടതാണ് ഷാനവാസും ലക്ഷ്മിയുമായിട്ട് ഉള്ള സംസാരത്തിൽ അനീഷ് പിടിച്ചു മാറ്റാൻ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ എവിടേക്കോ അനീഷിന് ഷാനവാസിനോട് ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ അനീഷിന് ഷാനവാസിനോട് മാത്രമാണ് ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. മറ്റുള്ള ആൾക്കാരോടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. വഴക്കുണ്ടായാൽ തന്നെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്ത് വിടാനോ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഷാനവാസുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഈ അനീഷ് സോൾവ് ചെയ്ത് വിടാൻ നോക്കുന്നുണ്ട്. രാവിലെ ലക്ഷ്മിയുമായിട്ടുള്ള വഴക്കിനകത്തും അങ്ങനെയാണ് അനീഷ് ചെയ്തത്. അപ്പം ഇവിടെ അക്ബറും ഷാനവാസുമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് വന്നിട്ട് പറഞ്ഞിട്ട് പോട്ടെ സാരമില്ലാതെ കളയാന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പം ആര്യൻ അവിടെ നിന്നിട്ടുണ്ടല്ലോ, അനീഷിൻ്റെ അടുത്ത് പറയാം, നീ എന്തോടാ കാണിക്കുന്നത്, നീ ആരാടാ ഷോപ്പ് കാണിക്കാന്ന് പറഞ്ഞ് നീ മാറിപ്പോടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഭയങ്കര രീതിയിൽ ആര്യൻ വെച്ചങ്ങ് സംസാരിക്കുവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇവർ 2നെയും കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു. നല്ല രീതിയിൽ വാണിംഗ് കൊടുക്കുവാണ്, ഇനി മേലാൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 2നെയും എടുത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നത്, ഫൈറ്റ് ചെയ്തു നോർമലി സംസാരിച്ചു ഒരു കുഴപ്പമില്ല, പക്ഷേ ഫുള്ള് ചീത്ത വിളിയും അതുപോലെ ഫിസിക്കൽ അസൾട്ട് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ 2നെയും പിടിച്ച് പുറത്ത് കളയുന്നു. ഇത് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ റെന ഫാത്തിമയും മസ്താനിയും തമ്മിലുള്ള വഴക്കുണ്ടല്ലോ, അത് നല്ല വഴക്കായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം റെന ഫാത്തിമ ഇവരെ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മസ്താനി മിഡിൽ ഫിംഗർ കാണിച്ചു അല്ലെങ്കിൽ ചീത്ത വിളിച്ചു അങ്ങനെയൊക്കെ പറയാനെ കൊണ്ട് ഈ റെന ഫാത്തിമയ്ക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് യാതൊരു യോഗ്യതയില്ല. കാരണം ഇതിലും വലിയ തെറിവിളിയൊക്കെ റെന ഫാത്തിമ അവിടെ നടത്തിയിട്ടുണ്ട്. തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലേക്കൂടെ അനീഷ് പോകുന്ന സമയത്തും അതുപോലെ മറ്റേ അനുമോളെയൊക്കെ എന്തൊരു ചീത്തയാണ് ഈ റെന ഫാത്തിമ വിളിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം പറയാനെ കൊണ്ട് എന്നെ ചീത്ത വിളിച്ചെന്ന് പറയുന്ന ഒരു രീതിയിൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം 2 പേരും കണക്കാണ്, റെന ഫാത്തിമയും കണക്കാണ്, മസ്താനിയും കണക്കാണ്. ഞാൻ വിചാരിച്ചത് മസ്താനിയൊക്കെ ഇച്ചിരി നല്ലൊരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരിയൊക്കെ
അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം റെന ഫാത്തിമ മസ്താനി വിഷയത്തിൽ റെനയ്ക്ക് സംസാരിക്കാൻ ഈ ഒരു വിഷയത്തിൽ ഒരു യോഗ്യതയില്ല. കാരണം പുള്ളിക്കാരി ഇതിലും വലിയ ചീത്തകളാണ് അവിടെ വിളിച്ചിട്ട് നിന്നിട്ടുള്ളത് അല്ലേ. അനുവിനെയൊക്കെ എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, അതുപോലെ അനീഷിനെയൊക്കെയാണ് എന്തൊക്കെയാണ്. അനീഷാണെങ്കിൽ പിന്നെ തിരിച്ചു പറയാത്തതുകൊണ്ട് അനീഷിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതുപോലുള്ള മോശ വാക്കുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനോ തെറി വിളിക്കാനോ പരദൂഷണം പറയാനോ കുറ്റം പറയാനോ ഒന്നും പുള്ളിക്കാരൻ നിൽക്കുന്നില്ല. പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഗെയിം കളിച്ച് മുമ്പോട്ട് പോവാണ്. വേണ്ടുന്ന സ്ഥലത്ത് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് വഴിയേ കയറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും അനീഷ് പോകുന്നില്ല. ഒരു നല്ല പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം നല്ലൊരു ക്യാരക്ടറാണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ആര്യനായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും റെനയൊക്കെ ആണെങ്കിലും ഈ അനീഷിൻ്റെ മിക്കിട്ട് കയറാൻ പോകുന്നത്. ചീത്ത വിളിക്കുകയും ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുകയും ഇപ്പം തന്നെ അനീഷിൻ്റെ അടുത്ത് എന്ത് ഒച്ച വെച്ചാണ് സംസാരിച്ചത്. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തേനെ. അപ്പം അക്ബറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ സംസാരിക്കത്തില്ല. കാരണം അവർ തിരിച്ചു പറയുന്നതുകൊണ്ട് സംസാരിക്കത്തില്ല. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്തടത്ത് ചുമ്മാ സംസാരിക്കാൻ പോകത്തില്ല. അപ്പം ഇവിടെ വെറുതെ ഒരു ആവശ്യമില്ലാതെയാണ് ആര്യൻ അനീഷിൻ്റെ അടുത്ത് ഒച്ച വെച്ച് സംസാരിക്കുന്നത്. ഷാനവാസിനും അക്ബറിനും ഇന്ന് കിട്ടിയേക്കുന്നത് നല്ലൊരു വാണിംഗ് ആണ്, ലാസ്റ്റ് വാണിംഗ് ആണ്. കാരണം ഇനി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പുറത്താക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഷാനവാസിനെ അക്ബറിനെയൊക്കെ സംബന്ധിച്ച് രണ്ടുപേരും ടോപ്പ് 5 വരാൻ 100% സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അവരൊന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ, കാരണം ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് അടിക്കുകയോ ഒന്ന് തള്ളുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ അസാൾട്ട് ആയിപ്പോകും. കഴിഞ്ഞ സമയത്ത് റോക്കിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, റോക്കിയും സിജോയും കാണിച്ചത്. ഇപ്പം റോക്കി സിജോയുടെ മൂക്കൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കണ്ടതാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കാരണം ഇനി അങ്ങോട്ട് ഇത് ഗെയിമിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് മാറും. ഇനി അങ്ങോട്ട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ സമയത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഷാനവാസൊക്കെ ഒന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. അതുപോലെ ഷാനവാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വേറെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.